എത്ര നരച്ച മുടിയും നമുക്ക് നാച്ചുറലായി എങ്ങനെ വീട്ടിൽ കറുപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണെന്ന്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് മുടി കറുപ്പിക്കാം. ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതും മുടിയിലിടുന്നതും അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കൂടി കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ സ്ഥിരമായി ചെയ്താൽ നമ്മുടെ മുടി ഒരിക്കലും അധികം നരക്കില്ല. പിന്നെ നരച്ച മുടിയും ക്രമേണ അത് കറുപ്പ് കളറിലേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇത് 1 മാസം വരെ നിൽക്കുന്ന ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ ഇത് സ്ഥിരമായി ചെയ്യണം. കാരണം ഞാൻ സ്ഥിരമായി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ 1-2 പ്രാവശ്യം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കും. അങ്ങനെ ചെയ്താൽ ഈ റിസൾട്ട് കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക്. അതിനു വേണ്ടി ഞാനിവിടെ ടീ ഡിക്കോഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ 2 സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. അതിലേക്ക് പൊമോഗ്രാനൈറ്റിൻ്റെ തൊലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ ഉണക്കി വെച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ കിട്ടുന്നതിനനുസരിച്ച് ഉണക്കി സൂക്ഷിക്കാറാണ് ഇവിടെ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ തിളപ്പിച്ച് മൂടി വെച്ച് തിളപ്പിച്ച് അതിൻ്റെ മുഴുവൻ സത്തം വരുന്ന പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ഡിക്കോഷൻ ഉണ്ടാക്കിയെടുക്കണം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് 2 സ്പൂൺ മൈലാഞ്ചി പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. മുടിക്ക് എത്രമാത്രം നരയുണ്ട് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഇത് ഇവിടെ തന്നെ പൊടിച്ച മൈലാഞ്ചി പൊടിയാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്രാൻഡ് നോക്കി മേടിക്കാം. ഡേറ്റ് എപ്പോഴും നോക്കണം കേട്ടോ. നമ്മൾ ഏത് പൊടി വാങ്ങിക്കുമ്പോഴും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കി വേണം വാങ്ങിക്കാൻ. പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് തുറന്നു കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കണം. എന്നാൽ തന്നെ മാത്രമേ നമുക്ക് അതിന് ശരിക്കുള്ള നല്ല റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ പുറത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളറെല്ലാം ഫെയ്ഡായിപ്പോവും. നമ്മൾ പിന്നെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ആ ഡിക്കോഷൻ വെച്ച് നന്നായി തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മൈലാഞ്ചി ഇല ഉണക്കി പൊടി ഉണ്ടാക്കുമ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കലും വെയിലത്ത് വെച്ച് ഇല ഉണക്കരുത്. അപ്പം നമ്മൾക്ക് ഈ റിസൾട്ട് കിട്ടില്ല. അതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഷെയ്ഡിൽ വെച്ച് വേണം ഇല ഉണക്കിയെടുക്കാൻ. ഞാൻ വീട്ടിനകത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇല ഉണക്കിയെടുക്കാറുള്ളത്. അത് കഴിഞ്ഞ് പൊടിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ ഹെന്ന ചെയ്യുമ്പോൾ. പിന്നെ സ്ഥിരമായി കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവർ ഇത് കാണുമ്പോൾ വിചാരിക്കേണ്ട അവർക്ക് കളർ കിട്ടില്ല എന്നുള്ളത്. ഞാൻ മുന്നേ കെമിക്കൽ ഡൈ തന്നെയായിരുന്നു ഉപയോഗിച്ചത്. പക്ഷേ എൻ്റെ ഇപ്പോഴുള്ള മുടി കണ്ടു കഴിഞ്ഞാൽ 1 മാസത്തിൽ ചെയ്യുമ്പോഴും നര അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുറച്ച് നര മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് മുഴുവനും നമ്മൾക്ക് ഇത് മാറ്റാൻ പറ്റുന്നുണ്ട് ഇതുപോലെ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം എൻ്റെ മുടി എത്രമാത്രം നരയുണ്ടായിരുന്നു ഉള്ളത്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ മുടി കാണിച്ചു തരാം. അപ്പോൾ നര നന്നായി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിത് തലേ ദിവസം മിക്സ് ചെയ്ത് വെച്ചാണ്. ഇത്ര ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചത്. ഇത്രയും ഡിക്കോഷൻ ഉണ്ടാക്കിയിട്ട്. അഥവാ നിങ്ങൾക്ക് പിറ്റേ ദിവസം എടുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഡിക്കോഷൻ ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമുക്ക് ഇനി ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് നീലയമരി പൊടിയാണ്, ഇൻഡിഗോ പൗഡർ. അത് ഞാൻ 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡിഗോ പൗഡറല്ല നിങ്ങളുടെ കയ്യിൽ നീലയമരി ഇലയാണ് ഉള്ളതെങ്കിൽ, മൈലാഞ്ചി ഇല നീലയമരി ഇലയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് അരച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെയും ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും ഈ പാക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കും, എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ മുടിയിൽ വളരുന്ന മുടിയിൽ നരയുണ്ടാവും. നമ്മൾ ചെയ്തതിൽ നരയുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ചെയ്താൽ പിന്നെ നമുക്ക് മുടി നല്ല കറുപ്പായി തന്നെ ഉണ്ടാകും. ആ കുറച്ച് മുടി നര കാണുമ്പോൾ അതിലേക്ക് കെമിക്കൽ ഡൈ ചെയ്യരുത്. അപ്പോൾ ഈ ബാക്കി വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചത് നമുക്ക് അങ്ങനെ ഒന്ന് ചെറുതായി ചെയ്താൽ മതി കേട്ടോ. നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 1-2 മണിക്കൂർ കഴിയുമ്പോൾ കുളിക്കുമ്പം അത് കഴുകി കളഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ ഇത് ഞാൻ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്തതിലേക്ക് കുറച്ച് തൈര് കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. കട്ട തൈര് തന്നെ, നല്ല പുളിയുള്ള തൈരായാലും മതി കേട്ടോ. അത് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. എൻ്റെ കയ്യിലെ കോഫി പൗഡർ ഇത് ഇവിടെ കട്ടിയായിപ്പോയി, അതുകൊണ്ടാണ് ഇതുപോലെ ഉണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ. നാടൻ കാപ്പിപ്പൊടി എടുക്കരുത്. ഞാനിത് ബ്രൂ ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള. ഇത് തന്നെ എടുക്കണം. ബ്രൂ, നെസ്കഫെ ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. അത് ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഡിക്കോഷൻ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ നിങ്ങൾ ഒഴിവാക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. എനിക്ക് ഇതുപോലെ ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മളെ മുടിക്കനുസരിച്ച്
ഓരോ പാക്കും മാറി മാറി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ മാറി മാറി ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് വീഡിയോ ഇടാറ്. നല്ല റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഷെയർ ചെയ്യാറാണ്. നമ്മൾ ഒരിക്കലും കെമിക്കൽ ഡൈ ഉപയോഗിക്കാതെ ഇതേപോലെയുള്ള നാച്ചുറൽ ഡൈകൾ ഉപയോഗിച്ചാൽ നമ്മളെ മുടി നല്ല കറുപ്പുണ്ടാവും. ആ നാച്ചുറലായിട്ടുള്ള ആ ഒരു കറുപ്പുണ്ടാവും കേട്ടോ. നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോരാളുടെ മുടി കാണുമ്പം അത് കെമിക്കൽ ഡൈ ആണ് ഉപയോഗിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ നാച്ചുറൽ ഡൈ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ആവില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നര കാണുമ്പോൾ പിന്നെ ഫുൾ വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇത് അങ്ങനെ കാണില്ല, നമ്മളത് കുറച്ചൊരു ബ്രൗൺ കളർ മാത്രമേ കാണില്ലൂ. അപ്പോൾ നമ്മൾക്ക് അത്രമാത്രം പുറത്തേക്കൊന്നും പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. എൻ്റെ മുടിയിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഈ ഒരു മുടിയിലാണ് 1 മാസമായി കേട്ടോ ഞാൻ പാക്ക് ഇട്ടിട്ട്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ 1 മാസം വരെ. അതുമാത്രമല്ല, എനിക്ക് വേറെ ഫങ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ചെയ്യാതിരുന്നത്. ഇതുപോലെ എണ്ണയില്ലാത്ത മുടിയിലാണ് ഹെന്ന പാക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ ഞാൻ മുടിയിൽ മുഴുവനായും തന്നെ പാക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു കവർ വെച്ച് നമുക്ക് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ആ കവർ മാറ്റിയത്. ഇപ്പോഴും എൻ്റെ മുടിയിൽ നന്നായി തന്നെ പാക്ക് ഡ്രൈ ഒന്നും ആയിട്ടില്ല. ഡ്രൈ ആവരുത് കേട്ടോ. നമ്മൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ മുടി ഡ്രൈ ആവരുത്. നെറ്റിയിൽ എന്തെങ്കിലും മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നെറ്റിയിലേക്ക് കറുപ്പ് ഇറങ്ങി വരും. എത്രയായാലും കറുപ്പ് ഇറങ്ങി വരും. നമ്മൾ നെറ്റിയിൽ മാത്രമല്ല, ഈ ചെവിയിലും നമ്മുടെ എവിടെയൊക്കെയാണോ നമ്മുടെ ഈ പാക്ക് ടച്ച് ചെയ്യുന്നത് അവിടെയൊക്കെ നമ്മൾ ഒന്നെങ്കിൽ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. ഞാൻ സാധാരണ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടാണ് ഉണക്കിയത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഷവർ ക്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കുന്നത്. അപ്പോഴത്തേക്ക് തന്നെ ഇതാ മുടിയൊക്കെ ഇത് കണ്ടോ, നല്ല കയ്യിൽ തൊടുമ്പോൾ ഒട്ടുന്നുണ്ട്. ആ ഒരു ഡ്രൈ ആയിട്ടൊന്നുമില്ല എൻ്റെ ഹെന്ന പാക്ക്. പിന്നെ ഞാൻ ചെവിയിലും നെറ്റിയിലും ഒക്കെ മോയ്സ്ചറൈസർ പുരട്ടിയിരുന്നു. ഇല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ നമ്മുടെ നെറ്റിയിലേക്കൊക്കെ കറുപ്പ് ഇറങ്ങി വരും. എത്രയായാലും നമ്മൾ ഇൻഡിഗോ പൗഡറൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, അതുകൊണ്ട് അത് ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ 2 മണിക്കൂറിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ടില്ല വീഡിയോ ആണ്. ഒരിക്കലും ഷാമ്പൂ ഒന്നും ഉപയോഗിച്ച് കുളിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ നരയൊന്നും കാണാനില്ല, എൻ്റെ മുടിയിൽ തീരെ നര കാണാനില്ല ഇപ്പം. പിന്നെ നമ്മൾ ഈ കോഫി പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ചെറിയൊരു റെഡിഷ് കളറുണ്ട്, എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. അത് ഉണങ്ങുമ്പം നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഇതുപോലെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകും കുറച്ചൊരു ചുവപ്പ് കളറില്ലേന്ന്. പക്ഷേ അങ്ങനെ അധികമൊന്നുമില്ല, ചെറുതായിട്ട് മാത്രം എവിടെയൊക്കെയോ ഉണ്ട് അധികം നരയുള്ള സ്ഥലത്ത്. അത് പക്ഷേ ഉണങ്ങുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ മുടിയിൽ. ഇത് ഉണങ്ങി കഴിയുമ്പോഴുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് ഉണങ്ങി കഴിയുമ്പോൾ കണ്ടോ നല്ല ഭംഗിയാണ് നമ്മളെ മുടി കാണാൻ, തീരെ നരയോ ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മളെ മുടി ഇതേപോലെ ഉണ്ടാവും. പിന്നെ 2 ദിവസത്തിന് ശേഷം നമുക്ക് മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് ഷാമ്പൂ വാഷ് ചെയ്യാം. അതുവരെ ചെയ്യരുത് കേട്ടോ, എന്നാൽ മാത്രമേ കളർ ലാസ്റ്റ് ചെയ്യുള്ളൂ.